സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഞെറിവെടുക്കാം. നമ്മൾ ഈ പേപ്പർ കൊണ്ടൊക്കെ വീശിയൊരു ഉണ്ടാക്കില്ലേ, അതുപോലെ ഞെറിയെടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല ഏറ്റവും റിസ്ക് പോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും റിസ്ക് ഈ ഫ്രണ്ട് പോർഷന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റേ ഭാഗത്തേക്കായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള പീസസും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നെറി പോലെ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒന്നും കൂടിയും ടൈറ്റായിട്ട് നിൽക്കും. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് തെർമോക്കോളിന്മേ സ്റ്റാൻഡായിട്ട് നിൽക്കും. അതാകുമ്പോൾ ഊരിപ്പോരൊന്നും ചെയ്യില്ല. പിന്നെ ബാലൻസ് വന്ന 2 പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത വലിയ ഷീറ്റുകൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിൽ ജിപ്സം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. ഇത്രയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. റിബണ് നമുക്ക് ആ റബ്ബർ ബാൻഡ് മറയുന്ന രീതിയിൽ തന്നെ കെട്ടി കൊടുക്കുക. റിബണ് കംപ്ലീറ്റും ആ റബ്ബർ ബാൻഡ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് കെട്ടിക്കൊടുക്കാം. ഞാൻ ജസ്റ്റ് റെഡ് കളറാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ബാലൻസ് വെച്ച സ്ഥലത്ത് ജിപ്സം ഫ്ലവർ വെച്ച് കൊടുത്താൽ നമ്മളെ ബൊക്ക മേക്കിങ് അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇനി ജിപ്സം എല്ലായിടത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചോക്ലേറ്റ് പോക്കറ്റ് ഉണ്ടാക്കൽ. ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. ഗ്രൂപ്പിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കണ്ട, എന്തായാലും ചോദിക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.